റിനുവിലേക്ക് കൂടി പോകുന്നു. റിനു, വളരെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ബറ്റാലിയന്റെ ചുമതല കൂടി ഈ MR അജിത് കുമാറിനുണ്ടായിരുന്നു. ഇപ്പോൾ ബറ്റാലിയന്റെ ചുമതലയിലേക്ക് മാത്രമായി ഒതുക്കപ്പെടുന്നു. പകരം മനോജ് എബ്രഹാമിന് ഇന്റലിജൻസിന് പുറമെ അധിക ചുമതലയാണ് ക്രമസമാധാനത്തിൽ നൽകിയിരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും അരുൺകുമാർ, MR അജിത് കുമാറിന് 3 തരത്തിലുള്ള ചുമതലകൾ ഉണ്ടായിരുന്നു. ഒന്ന് ക്രമസമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ ബറ്റാലിയൻ്റെയും ചുമതല, ഒപ്പം ശബരിമലയുടെ ചീഫ് കോർഡിനേറ്റർ ചുമതല എന്നീ ചുമതലകളിലാണ് അദ്ദേഹം നിലകൊണ്ടു പോന്നിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ്. എന്നാൽ ബറ്റാലിയൻ്റെ ചുമതലയിൽ അദ്ദേഹം തുടരുമെന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും 36-ാം ദിവസമാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്ന 36-ാം ദിവസമാണ് ADGP MR അജിത് കുമാറിനെതിരെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരമൊരു നീക്കത്തിലേക്ക് പോയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം സെക്രട്ടേറിയറ്റിലെത്തിയത്. സാധാരണഗതിയിൽ ഈ സമയത്തൊക്കെ സെക്രട്ടേറിയറ്റിൽ വരാറുണ്ടെങ്കിൽ പോലും ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ബിനോയ് വിശ്വം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കും. ഏറെ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയും MR അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട ഒരാളാണ് ബിനോയ് വിശ്വം, CPIയുടെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണും. എന്തായാലും വലിയ രീതിയിലുള്ള സമ്മർദ്ദം LDF-നകത്ത് CPIയും അതുപോലെ തന്നെ RJDയും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഒടുവിൽ ഇതാ CPI മുന്നോട്ട് വെച്ച ആവശ്യം LDF-നകത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആ ഒരു അനുമതി നൽകിയിരിക്കുന്നത് തന്നെ. എന്തായാലും